വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം പരസ്പരം കാണിക്കേണ്ട കടമകളെയും കടപ്പാടുകളെയും വിശദീകരിച്ച കൂട്ടത്തിൽ പ്രധാനമായിട്ട് 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഒരു സൽക്കാരത്തിലേക്ക്, സദ്യയിലേക്ക് ക്ഷണിച്ചാൽ അതിന് ഇജാബത്ത് ചെയ്യണം, ആ ക്ഷണം സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇനി നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു സദ്യയാണ് വലീമത്തുൽ മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ റബീഉൽ അവ്വൽ നേർച്ച എന്നൊക്കെ പറയുമല്ലോ. സദ്യ ഒരുക്കി അന്നദാനം നടത്തുന്ന സ്വഭാവം അത് ലോകത്തുടനീളം സത്യവിശ്വാസികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമധേയത്തിൽ സ്വതക്കകൾ ചെയ്യുക, അന്നദാനം നടത്തുക എന്നത്. അത് ലോകം ഒട്ടുക്കുമുള്ള മുഅ്മിനീങ്ങൾ ഉള്ള സ്ഥലത്തൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മൗലിദ് അത് ശിർക്കാണെന്നും അനാചാരമാണെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്ന വളരെ ന്യൂനപക്ഷം ആളുകൾ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരടിസ്ഥാനവും ഇല്ലാത്ത ജൽപ്പനങ്ങളാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനൊരു ചോദ്യങ്ങൾ സത്യവിശ്വാസികളെ പിഴപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ചെയ്തോ, സിദ്ദീഖ് എന്നവർ ചെയ്തോ, ഉമർ എന്നവർ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇന്ന് നാം ചെയ്യുന്നത് അതുപോലെയുള്ള ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് പോലെയുള്ള ഓരോ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുണ്ടാകുന്ന ചില പരിഷ്കാരങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഓരോ കാര്യങ്ങൾ എടുത്താലും അവിടൊക്കെ ഈ ചോദ്യം ചോദിച്ചാൽ എന്താണ് അതിനൊക്കെ മറുപടി പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാർപ്പിന്റെ വീട് കെട്ടിയോ, ടൈൽസ് ഇട്ടോ, ഗ്രാനൈറ്റ് ഇട്ടോ, ഇന്റീരിയർ വർക്കുകൾ നടത്തിയോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാലോ. അതുപോലെ ഇന്ന് കാണുന്ന ചില വസ്ത്രങ്ങളിൽ ഓരോ നാട്ടിൽ കാണുന്ന വൈവിധ്യങ്ങൾ അവർക്ക് മറക്കണം. പക്ഷെ പല നാട്ടിലും പല വൈവിധ്യങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ തുണിയെടുക്കും, ഷർട്ട് ഇടും. ഗൾഫ് നാടുകളിൽ ചെന്നാൽ അവര് ഒന്നായിട്ടുള്ള കമീസ്, കന്തൂറയാണ് ഉപയോഗിക്കാറുള്ളത്. എന്തിനേറെ പറയുന്നു, നമുക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ? ഖുർആൻ ഈ 2 ചട്ടക്കൂട്ടിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തല്ലേ? ഞാൻ അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, അവിടേക്ക് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. ക്രോഡീകരണം നടന്നതും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണല്ലോ പ്രസിദ്ധീകരണം ഉണ്ടായതും. അപ്പൊ നബി ചെയ്തതാണോ അത്? ഈ പറയുന്ന കക്ഷികൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു, അതിന് സിലബസ് ഉണ്ടാക്കുന്നു, പരീക്ഷകൾ, ഒരു പ്രത്യേകമായ പരീക്ഷകൾ ഉണ്ടാക്കുന്നു. ഇത് പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ സിദ്ദീഖുന്നവരുടെ കാലത്തോ ഈ രൂപത്തിലുള്ള രീതി ഉണ്ടായിരുന്നോ? പക്ഷെ ഒക്കെ ഇതിനൊരു അടിസ്ഥാനമുണ്ട്. ഇൽമ് പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക എന്ന അടിസ്ഥാനം ഉണ്ടായി. പിന്നെ ആ അടിസ്ഥാനം ഉണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ശർഈന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാം. അതവരെല്ലാവരും ഈ പറയുന്നവരും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, ഈ പറയുന്ന ആളുകളുടെ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും
അവരുടെ കാലത്ത് വളരെ സന്തോഷപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുകയും അന്നദാനം നടത്തുകയും അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തത് ഇന്നും നമ്മുടെ കയ്യിൽ രേഖകളായിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ അവിടുത്തെ ബഹുമാനത്തെ ഇടിച്ചു താഴ്ത്തുന്ന രൂപത്തിൽ, അവഹേളിക്കുന്ന രൂപത്തിൽ, നാനാജാതികളുടെയും ഇടയിൽ സ്വയം അവഹേളിതരാകുന്ന രൂപത്തിൽ സ്വന്തം നേതാവിന്റെ ജന്മത്തിൽ സന്തോഷിക്കാതിരിക്കുന്ന ഒരു വിഭാഗം ഏത് വിഭാഗത്തിലാണുള്ളത്? അപ്പൊ സ്വയം അവഹേളിതരാകുകയാണ്. ഇതിനൊന്നും അടിസ്ഥാനമില്ല. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താണ് മൗലിദ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മൗലിദ് എന്ന് പറഞ്ഞാൽ ഖുർആനി, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ഖുർആൻ ഓതുക. റിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറത്തി, നബിയുടെ ജന്മസമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ പറയുക. നമ്മൾ മൗലിദ്, മഖൂസ് മൗലിദ് ഒക്കെ ഓതുമ്പോൾ ഇക്കാലത്തുകളിലൊക്കെ അതാണല്ലോ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതകരമായ സംഭവങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്നതിനു ശേഷം സുപ്രവിടിച്ച് ഭക്ഷണം വിതരണം ചെയ്ത് അതൊക്കെ കഴിച്ച് പിരിഞ്ഞു പോകുക. ഇത് വലിയ പുണ്യകരമായ കാര്യമാണെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്ന ആൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന നല്ല ആചാരമാണ്. എന്താണത് പ്രതിഫലാർഹമായ ആചാരമാണെന്ന് പറയാൻ കാരണം, ലിമാ ഫീഹി മിൻ തഅലീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വപ്പെടുത്തലും അവിടുത്തെ ആദരിക്കലും, വഇദ്ഹാരിൽ ഫറഹി സന്തോഷ പ്രകടനവും, വൽഇസ്തിബ്ശാരി ബിമൗലിദിഹി ശരീഫ് നബിയുടെ ആ ജന്മദിനത്തിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക എന്നതൊക്കെ ഇതിൽ ഉള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുക എന്നതും ബഹുമാനിക്കുക എന്നതും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് ഇത് പ്രതിഫലാർഹമായ നല്ലൊരു സൽക്കർമ്മമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ലോകപ്രശസ്ത പണ്ഡിതന്മാരൊക്കെ മൗലിദ് കഴിക്കൽ, മൗലിദ് അന്നദാനം നടത്തൽ, മൗലിദോദൽ ഇതൊക്കെ നല്ല കാര്യമാണെന്ന് വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖാലൽ ഇമാമു അബൂ ഉസാമ ശൈഖുൻ നബവി റഹിമഹുമുല്ലാഹ്, ഇമാം നബവി തങ്ങളുടെ ഉസ്താദായ അബൂ ഉസാമ എന്നിവർ പറയുന്നു, വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ, നമ്മുടെ ഈ കാലത്ത് നാം ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ നല്ല കാര്യങ്ങളിൽ പെട്ടതാണ്, നമ്മുടെ കാലത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളിൽ പെട്ടതാണ് മാ യുഫലു കുല്ലാമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലി യൗമി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്നത്, നാം നമ്മുടെ കാലത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യമാണ്. എന്താണ് നബിയുടെ മൗലിദുമായിട്ട് ബന്ധപ്പെട്ട് നാം ചെയ്യുന്നത്? പിന്നെ സദക്ക നൽകുന്നു, അന്നദാനം നടത്തുന്നു, അല്ലെങ്കിൽ സാധുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നു. വൽ മഅറൂഫി, നല്ല നല്ല പ്രവൃത്തികൾ. ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല ക്യാമ്പയിനുകളും നടത്താറുണ്ട്, പല രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്താറുണ്ട്, ജനോപകാരപ്രദമായ. അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ, പ്രവാചക ചര്യകൾ, അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള പഠന ക്ലാസുകൾ നടത്തുകയും സെമിനാറുകൾ നടത്തുകയും വിസ്മത്സരങ്ങൾ നടത്തുകയും ഇങ്ങനെ പലതും നമ്മൾ നടത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, വൈദ്ഹാരി സീനത്തി വസ്റൂരി, നല്ല അലങ്കാരങ്ങൾ നടത്തുക, സീനത്ത് പ്രകടിപ്പിക്കുക, ഭംഗി പ്രകടിപ്പിക്കുക. നമ്മൾ ആ ജന്മദിനം വന്ന നമ്മളെ വീടും പള്ളികളും മദ്രസകളൊക്കെ നല്ല കളർഫുള്ളാക്കും,
ഇതൊക്കെ പുണ്യകാര്യത്തിൽപ്പെട്ടതാണ്. ഈ വക കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ സാധുക്കൾക്ക് ഗുണം ചെയ്യുക എന്നതുണ്ട്. അതോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങൾ മുഷ്തിറും ബി മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ തഅദീമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കുക, അതുപോലെ നബി തങ്ങളെ ആദരിക്കുക, ഇതൊക്കെ ഈ പ്രവൃത്തിയിൽ ഉണ്ടാവുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവും ഈ ഖൽബി ഫായിലി ദാലിക, ഇത് ചെയ്യുന്ന ആളുടെ ഹൃദയത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുക എന്നതാണ്. അതിനൊക്കെ പുറമെ വശുക്രില്ലാഹി തആല, അല്ലാഹുവിന് നന്ദി കാണിക്കലുണ്ട്. അലാമാ മന്നബിഹി മിൻ ഈജാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മഹാനുഭാവനായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നൽകിയതിൽ ഏറ്റവും വലിയ നമ്മുടെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പ്രവാചകനായി അള്ളാഹു നൽകി എന്നതാണ്. അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചത് നാം ചെയ്യുന്ന ആഘോഷ കാര്യങ്ങളും അന്നദാനങ്ങളും മറ്റുമൊക്കെ, പ്രകടനങ്ങളാവട്ടെ, ഘോഷയാത്രയാവട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ വീടുകളും പള്ളികളും സ്ഥാപനങ്ങളും അലങ്കരിക്കലാവട്ടെ, എല്ലാം ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കലാണ്. അവിടുത്തെ ആ മഹത്വത്തെ വലുതാക്കി കാണലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നൽകി എന്നതിൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യലും ഇതിൽ വരുന്നുണ്ട്. മഹാനായ ഇമാം ദംയാത്തി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. ഇന്നൽ ബൈത വൽ മഹല്ലത വൽ മസ്ജിദ അല്ലദീ യുഹ്തഫലു ഫീഹി ബിമൗലിദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്, അതുപോലെ മഹല്ല്, അതുപോലെ പള്ളി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഇടങ്ങൾ റഹ്മത്ത് ഈ സ്ഥലത്തെ വലയം ചെയ്യും. വയഅതി ജിബ്രീലു വഇസ്റാഫീലു അലൈഹിമസ്സലാം, ജിബ്രീലും ഇസ്രാഫീലും ഒക്കെ വരും. ഫയുസല്ലൂന, അവർ പ്രാർത്ഥിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് മലക്കുകൾ, പ്രമുഖരായ മലക്കുകൾക്ക് വരും, റഹ്മത്തിന്റെ മലക്കുകൾ വരും. അവിടെ റഹ്മത്ത് കാരുണ്യം കൊണ്ട് വലം ചെയ്യപ്പെടും. ഇവരൊക്കെ ഈ മാലാഖമാർ അവിടെ ആ മൗലിദിൽ ഒത്തുകൂടിയവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും. അലാമയ്യഖദു മുഹ്തഫിലൻ ബിമൗലിദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് ആ മജ്ലിസിലിരിക്കുന്ന, ആ സ്ഥലത്തിരിക്കുന്നവരെ അവർക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും. വഇന്നൽ ബൈത വൽ മഹല്ലത വൽ മസ്ജിദ അല്ലതി യഹ്തഫിലു ഫീഹി ബിമൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വീടാവട്ടെ, മഹല്ലാവട്ടെ, പള്ളിയാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഹ്തഫലു ഫീഹി ബിമൗലിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്ന ഇത്തരം സ്ഥലങ്ങളെ ലാ തുസീബുൽ ആഫാത്തു ഫീ ദാലിക്കല്ലാമി, ആഫത്തുകൾ പിടികൂടുകയില്ല. യുബ്ഇദുല്ലാഹു അൻഹു അന്നകബാതി വൽ മസായിബ, മുസീബത്തുകൾ അല്ലാഹു ഇത്തരം വേദികളിൽ നിന്ന് മുസീബത്തുകളെ അല്ലാഹു അകറ്റും. വയഹ്ഫദു മിനൽ ലുസൂസി വമിനൽ ഐനി, കള്ളന്മാരുടെ ശല്യത്തെ തൊട്ട് അല്ലാഹു സംരക്ഷണം നൽകും. വമിനൽ ഐനി, കണ്ണേറിനെ തൊട്ടും. വമിനൽ ഹസദി, അസൂയക്കാരുടെ അസൂയയെ തൊട്ടും. വയജഅലുല്ലാഹു തആല അമാനൻ ലി അഹ്ലിഹാ, അല്ലാഹു നിർഭയത്വവും സമാധാനവും നൽകും. ലി അഹ്ലിഹി ഫീ തിൽക്കദ്ദാരി, ആ വീട്ടുകാർക്ക്, ആ വീട്ടിൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും സമാധാനവും നൽകും. ഫീ ദാലിക്കെല്ലാം ആ വർഷം മുഴുവനും ബിബറക്കത്തിൽ ഇഹ്തിഫാലി ബിമൗലിദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് സംഘടിപ്പിച്ചതിൻ്റെ ആ ബറക്കത്ത് കൊണ്ട് എന്ന് സാധാരണക്കാരനല്ല പറയുന്നത്. ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം ദിമ്യാത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ലോക പ്രസിദ്ധമായ തഫ്സീറിൻ്റെ മുസന്നിഫായ അതിൻ്റെ കർത്താവായ ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ബറക്കാത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ്? ഇതിനൊക്കെ എതിർക്കുന്ന കക്ഷികൾ വരെ അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ. ലോകം മുഴുവനും അംഗീകരിക്കുന്ന തഫ്സീറുൽ കബീറിന്റെ വലിയ ആ തഫ്സീറിന്റെ സാഹിബായ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവര് പറയുന്നത് എന്താണ്? ഇദാ ഖുരിഅ മൗലിദ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്തു. വലത്താമി ഒരു ഭക്ഷണം, എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളോ ചീരണികളൊക്കെ ആ മജ്ലിസിൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അവിടെ വെച്ച് മൗലിദ് പാരായണം നടത്തിയാൽ, നമ്മളൊക്കെ ഈ മൗലിദ് ഓതുമ്പോഴും ദിക്റിന്റെയും മറ്റൊക്കെ മജ്ലിസൊക്കെ ചൊല്ലുമ്പോ നമ്മൾ വെള്ളം കൊണ്ടു വെക്കാറുണ്ട്. നല്ല സ്ഥലത്തില് റഹ്മത്തിറങ്ങുന്നതാണ്. അപ്പൊ മൗലിദിന്റെ സദസ്സിൽ ഇങ്ങനെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളോ ചീരണികളൊക്കെ കൊണ്ട് വന്ന് വെക്കുന്നത് നല്ലതാണ്. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബാറക്കല്ലാഹു തആല ഫീ ദാലിക തആമിയ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. വൈദാ ഖുരിഅ മൗലിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മായി, മൗലിദിന്റെ മജ്ലിസിലെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ മൗലിദ് പാരായണം നടത്തി. സുമ്മ ശുരിബ ഹാദൽ മാവു, ആ മജ്ലിസിൽ വെച്ച വെള്ളം കുടിച്ചാൽ യഖൂലു റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം റാസി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്ത ആ സ്ഥലത്ത് വെച്ച വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് 1000 റഹ്മത്തുകൾ അവനിലേക്ക് വർഷിക്കും. ഇമാം ജസരി റളിയല്ലാഹു അൻഹു തൊട്ട് ഷെയ്ഖുൽ ഖുറാ ഇമാം ഇബ്നുൽ ജസരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് എന്താണ്? ഇന്നല്ലദീ യഹ്തഫിലു ബിമൗലിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂൻ ലഹു ഫീ ദാലിക്കൽ ആമി അമാനുൻ വബുശ്റ ആജില ബിബുലുഗിൽ മറാമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്നവന് യകൂൻ ലഹു ഫീ ദാലിക്കൽ ആമി, ആ വർഷം അവന് അമാനും നിർഭയത്വവും സമാധാനവും ലഭിക്കും. വബുശ്റ ആജിലത്തുൻ ബിബുലുഗിൽ മറാമി, അവന്റെ ആവശ്യങ്ങൾ നിറവേറൽ മുഖേനയുള്ള പെട്ടെന്നുള്ള സന്തോഷവും അവന് ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷെയ്ഖുൽ ഖുറാ ഇമാം ഇബ്നുൽ ജസരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്, വദിത്തു അന്നീ അംലികു മിസ്ല ജബലി ഉഹദിൻ ദഹബ, മൗലിദിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഉഹദ് മലയോളം എനിക്ക് സ്വർണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ അതിനു വേണ്ടി ചെലവഴിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാമു താബിഈൻ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് മഹാന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കഴിക്കുന്നതിനെ സംബന്ധിച്ച്, അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച്
വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വലിയ ബറക്കത്തുള്ള കാര്യമാണ്, വലിയ ബറക്കത്തുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നതും ആ ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക, മറ്റുവിധ സന്തോഷ പ്രകടനങ്ങൾ നടത്തുക എന്ന് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ പുണ്യകരമായ കാര്യമാണ്. അതിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കലും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ കാരുണ്യമാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മത്തിൽ സന്തോഷ പ്രകടനം നടത്തുക, അതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നതും ഈ മൗലിദ് ആചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണങ്ങളാണ്, വലിയ ബറക്കത്തുള്ള കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിനെയൊക്കെ ശിർക്കും അനാചാരവുമായി മുദ്രകുത്തുന്നവർ സമൂഹത്തെ വഴിപഴപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഖുർആനെയും സുന്നത്തിനെയും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെയുമൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ മേലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ചര്യകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് അവസാനം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷത്തോടുകൂടെ മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. മുത്തുനബിയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി കുറച്ച് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ആദ്യമായിട്ട് അസ്മാഉൽ ഹുസ്നയാണ്. എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. വളരെ ഇഖ്ലാസോടുകൂടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി അള്ളാഹുവിലേക്ക് ദുആ ചെയ്താൽ അതിന് ഉത്തരം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചാണ്. നമുക്കതറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു നിറവേറ്റി തരട്ടെ. രണ്ട് ലോകത്തും വിജയിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹക്കീമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലി യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹക്കീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വക്കീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീഉ യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ്
യാ സമദ് യാ അല്ലാഹ് യാ ഖാദിർ യാ അല്ലാഹ് യാ മുഖ്തദിർ യാ അല്ലാഹ് യാ മുഖദ്ദിം യാ അല്ലാഹ് യാ മുഅഖിർ യാ അല്ലാഹ് യാ അവ്വൽ യാ അല്ലാഹ് യാ ആഖിർ യാ അല്ലാഹ് യാ ളാഹിർ യാ അല്ലാഹ് യാ ബാത്തിൻ യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർ യാ അല്ലാഹ് യാ തവ്വാബ് യാ അല്ലാഹ് യാ മുന്തഖിം യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്ക് യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിത് യാ അല്ലാഹ് യാ ജാബിർ യാ അല്ലാഹ് യാ ഗനി യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ് യാ മാനി യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് യാ നാഫി യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഹാദി യാ അല്ലാഹ് യാ ബദീ യാ അല്ലാഹ് യാ ബാഖി യാ അല്ലാഹ് യാ വാരിസ് യാ അല്ലാഹ് യാ റഷീദ് യാ അല്ലാഹ് യാ സബൂർ യാ അല്ലാഹ് الذي لم يلد ولم يولد ولم يكن له كفوا أحد ليس كمثله شيء وهو السميع البصير استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا استغفر الله العظيم 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 يا الله يا رحمن يا رحيم 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 يا حي يا قيوم 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 جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله محمد رسول الله 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 الله
الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على جميع الأنبياء والمرسلين إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളിവിടെ ചൊല്ലിയതും പറഞ്ഞതും ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ നടത്തിയ നസീഹത്ത്, അതുപോലെ ദിക്റുകൾ, സ്വലാത്തുകൾ, അസ്മാഉൽ ഹുസ്ന, ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെയൊക്കെ തവാബിൻ്റെ മിസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണമല്ലാഹ്. മറ്റു ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഇവരുടെയൊക്കെ ഹദറത്തിലേക്ക് നീ എത്തിക്കണമല്ലാഹ്. ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ മഹത്തുക്കളുടെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ട, നീ സ്നേഹിച്ച മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണം അല്ലാഹ്. ഞങ്ങളുടെ വിവരക്കേട് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, മനഃപൂർവ്വം അല്ലാതെയുമായിട്ട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നന്ദികേടുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം നീ അഫുവാണ്, റഊഫാണ്, റഹീമാണ്, റഹ്മാനാണല്ലോ അല്ലാഹ്. നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ശിഷ്ടായുസ് മുഴുവനും നിന്റെ പൊരുത്തത്തിലായി ചിലവഴിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. യാതൊരുവിധ ളലാലത്തിലേക്കും വഴികേടിലേക്കും പോകാതെ യഥാർത്ഥ മുത്തഖീകളായിട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പിഴച്ച വിശ്വാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായി ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും നീ നിലനിർത്തണം അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ശാരീരികവും മാനസികവും സാമ്പത്തികവും അല്ലാതെയുമായി പലവിധ പ്രയാസങ്ങളുള്ളവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ സലാമത്താക്കി തരണം അല്ലാഹ്. ആശ്വാസം നൽകണം അല്ലാഹ്. വലിയ വലിയ അസുഖങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. വലിയ വലിയ അസുഖങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അസുഖത്തിന്റെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിൽ അറിയാതെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അതെല്ലാം നീ നിർവീര്യമാക്കി കരിച്ചു കളയണം അല്ലാഹ്. റഹ്മുറാഹിമായ തമ്പുരാനെ, അസുഖവുമായി ആസ്പത്രികളിലും അല്ലാതെയുമായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന പലരുമുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ ആജിലായ ശിഫാ നൽകണം അല്ലാഹ്. റഹ്മുറാഹിമായ തമ്പുരാനെ, ഒരുവിധ മുസീബത്തുകളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. റഹ്മുറാഹിമായ തമ്പുരാനെ, ഒരുപാട് ആളുകൾ കടക്കാരായി കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ കടങ്ങൾ, ഞങ്ങളുടെയൊക്കെ കടങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു വിട്ടാനുള്ള വഴി നീ തുറന്നു തരണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജോലിയിലും കച്ചവടങ്ങളിലും മറ്റെല്ലാ ഏർപ്പാടുകളിലും നീ ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, സ്നേഹിതന്മാർ, അവരുടെയൊക്കെ എല്ലാ സംരംഭങ്ങളിലും വലിയ വലിയ ഉയർച്ച നൽകണം അല്ലാഹ്, വിജയം നൽകണം അല്ലാഹ്. റഹ്മുറാഹിമായ തമ്പുരാനെ, ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ള, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞങ്ങളെക്കാളും അവരെക്കാളും അറിയുന്ന തമ്പുരാനെ, എല്ലാം നീ നിറവേറ്റി തരണം അല്ലാഹ്. നിന്നിലേക്കല്ലാതെ കൈമലർത്താനില്ല. നീയാണ് എല്ലാറ്റിനും പരിഹാരം നൽകേണ്ടത്. എല്ലാറ്റിനും പരിഹാരം നൽകണം അല്ലാഹ്. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണം അല്ലാഹ്. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും മരിക്കുന്നത് വരെ സുഖത്തും ആഫിയത്തും ശക്തിയും നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നിലനിർത്തി തരണം അല്ലാഹ്. കേൾവി ശക്തി നിലനിർത്തി തരണം അല്ലാഹ്. സംസാരശേഷി നിലനിർത്തി തരണം അല്ലാഹ്. ബുദ്ധിശക്തി നിലനിർത്തി തരണം അല്ലാഹ്. റഹ്മുറാഹിമായ തമ്പുരാനെ, ഞങ്ങളുടെ ശരീരത്തിലുള്ള പലവിധ വേദനകൾ, സന്ധിവേദനകൾ, നടുവേദനകൾ, മുട്ടുവേദനകൾ, അങ്ങനെയുള്ള പല വേദനകളും ഞങ്ങൾക്കുണ്ട് അല്ലാഹ്. എല്ലാ വേദനകളിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്തും ആശ്വാസവും നൽകണം റഹ്മാനെ. എല്ലാ ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്.
ഏഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് കൺകുളിർമയാകുന്ന മക്കളാക്കണം അല്ലാ. അവർ വഴിവഴച്ചു പോയി അതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അള്ളാഹുവേ, നീ എല്ലാറ്റിനും നീ പരിഹാരം നൽകി സന്തോഷം നൽകണം അല്ലാ. നല്ല സന്മനസ് അത്തരം മക്കൾക്ക് നൽകണം അല്ലാ. റഹ്മാൻ തമ്പുരാനെ, ഞങ്ങൾ മക്കൾക്ക് നാഫിയായ ഇൽമു നൽകണം അല്ലാ. പഠനത്തിൽ മികവ് നൽകണം അല്ലാ. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാനെ. റഹ്മാനായ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള വഴി തുറന്നു കൊടുക്കണം അല്ലാ. തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. അള്ളാഹുവെ, വിവാഹപ്രായം തകഞ്ഞു നിൽക്കുന്ന ഒരുപാട് യുവതി യുവാക്കളുണ്ട്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണം അല്ലാ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തും റഹ്മത്തും നൽകണം അല്ലാ. ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും കുടുംബ ജീവിതത്തിൽ ബറക്കത്തും റഹ്മത്തും നൽകണം അല്ലാ. സന്തോഷം നൽകണം അല്ലാ. യാതൊരു ഷർറിലും പെടുത്തരുത് അല്ലാ. എല്ലാവിധ ഷർറുകാരുടെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാക്കണം അല്ലാ. സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ഹാസുദീങ്ങളുടെ ഹസദിൽ നിന്ന്, ഗൈബത്തുകാരുടെ ഗൈബത്തിൽ നിന്ന്, നമീമത്തുകാരുടെ നമീമത്തിൽ നിന്ന്, വഞ്ചകരുടെ വഞ്ചനയിൽ നിന്ന്, കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, പിശാചുക്കളുടെ ഷർറുകളിൽ നിന്ന്, അങ്ങനെ എല്ലാ ഷർറുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണം അല്ലാ. ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ സ്വലാത്തുകൾ, അസ്മാഉൽ ഹുസ്ന, ഇതിൻ്റെയൊക്കെ ഹക്ക് കൊണ്ട് എല്ലാവിധ ഷർറുകളെ തൊട്ടും ഞങ്ങളെ കാക്കണം അല്ലാ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാ. എന്ത് തെറ്റവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിലും നീ അഫുവാൻ, റഹ്മാനാണ്, റഹീമാണ്. എല്ലാം മാപ്പാക്കി ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണം അല്ലാ. ഒരു വിധ ശിക്ഷയിലും അവരകപ്പെടുത്തരുത് അല്ലാ. നരകശിക്ഷ കൊണ്ടൊരു നിമിഷം പോലും ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ അഫു കൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവേ, മുത്തനബിയോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകണം അല്ലാ. നിന്റെ മഹത്തായ ലിഖായിലും ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ ആയുസ് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. അള്ളാഹുവേ, ഞങ്ങളുടെ അജൽ അവസാനിക്കുമ്പോൾ, നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നല്ലവരുടെ ഹദ്റത്തിൽ മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മരിക്കാൻ സൗഭാഗ്യം നൽകണം അല്ലാ. ഹബീബായ മുത്തുനബിയോടൊപ്പം മുഴുവൻ നമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളോടൊപ്പം ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.